ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ബീച്ചിൽ വന്നപ്പോൾ അതാ നമ്മളെ നാട്ടിൽ കാടമുട്ട വാങ്ങി പുഴുങ്ങി നമ്മളല്ലാതെ കഴിച്ചിട്ടാണ് ഉള്ളത്. ഈ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ കാടമുട്ട പുഴുങ്ങി ഉപ്പും മുളകും അരപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് കമ്പിൽ കുത്തി തന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം കഴിക്കാൻ പോകുന്നത്. അത് ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ കൊല്ലത്താണല്ലോ. കൊല്ലത്തുനിന്ന് ഇവിടെ കോഴിക്കോട് വന്നിട്ട് കടപ്പുറത്ത് വന്നിട്ട് വാങ്ങിച്ചാണ്. ഇതാ മനോഹരമായ തീരം കാണാം. അവിടെ കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല ഈ മരത്തിൻ്റെ തണലില് നല്ല കാറ്റുണ്ട്. നല്ല സുഖമുള്ള കാറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വരുവാണെങ്കിൽ ഇതുപോലത്തെ ഉള്ള കാടമുട്ട മസാലയൊക്കെ ചേർത്ത് സെറ്റപ്പായിട്ടുള്ളത് വാങ്ങിത്തരാം. ചായ ഉണ്ട്. നമ്മളെ നാട്ടിലെ കണക്കൊന്നുമല്ല ഇവിടെ ചായ അടിക്കുന്നത്. നമ്മളെ നാട്ടിൽ തേയില സഞ്ചി അല്ലെങ്കിൽ ചായ ഒഴിച്ചിട്ട് അരിപ്പിനകത്തൊക്കെ ഒഴിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ തേയിലയൊക്കെ ഇട്ട് ഗ്ലാസ്സിലിട്ട് കലക്കി എന്തൊക്കെയോ രീതിയിലാണ് ഇവിടെ ചായ ഒഴിക്കുന്നത്. ഞാൻ 2-3 ദിവസമായിട്ട് കോഴിക്കോട്ട് ചായ കുടിച്ച് ഊപ്പാട് വന്നിരിക്കുക. പക്ഷെ നല്ല ചായയാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ പാലൊന്നും കുറച്ചൊന്നും അല്ല. ഇവർ പാലൊക്കെ ഒരുപാട് ഒഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി തരുന്നത്. ഈ തേയില ഇങ്ങനെ അടിഞ്ഞിട്ട് വേണം നമ്മൾ കുടിക്കാൻ. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോടുള്ളത്. 2 ദിവസമായി വന്നിട്ട്. ഇതിനിപ്പം അടുത്തത് മലപ്പുറത്തേക്ക്. എൻ്റെ സഹോദരൻ മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് സഹോദരൻ്റെ വീട്ടിലേക്കാണ്. ഇനി ഈ ബീച്ചൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ മനോഹാരം തീർത്തിയെടുത്തതിന് ശേഷം സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ടയും, ഞാൻ എപ്പോഴും കട്ടൻ വെച്ചുള്ള കളിയല്ലേ, മുട്ടയും ചായയും മുട്ടയും കട്ടൻ പൊട്ടുമായിരുന്നെങ്കിൽ നല്ല കോമ്പിനേഷനായിരുന്നു. എന്നാൽ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആരും വേണമെന്ന് പറയരുത്. സൂപ്പറാളിയാ, സൂപ്പറാ.